മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ ലളിതഗാന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ പവനിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. പവനി, എങ്ങനെയുണ്ടായിരുന്നു? നന്നായി പെർഫോം ചെയ്തു. ഏത് പാട്ടായിരുന്നു പാടിയത്? നീളയായ ഒഴുകി. ആരാണ് പഠിപ്പിച്ചു തന്നത്? എൻ്റെ അമ്മേന്റെ ചേട്ടനാ പഠിപ്പിച്ചത്. പുള്ളി പാട്ട് പാടുന്ന ആളാണോ? ആ, പാട്ട് പാടുന്ന സ്കൂളത്തെ മാഷായിരുന്നു. അപ്പോൾ ഇതിപ്പോ എത്രാമത്തെ തവണയാണ് നമ്മൾ മത്സരിക്കുന്നത്? ഇപ്പോൾ ഒരു മൂന്ന് തവണയായിട്ട് മത്സരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണോ പ്രൈസ് കിട്ടുന്നത്? നമുക്ക് ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏത് സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്? സെന്റ് മേരീസ് AIGHS സ്കൂൾ. പെർഫോമൻസ് ഒന്ന് പാടിയാവോ? നിളയായൊഴുകി നിലാമഴയിൽ ഒരു പുല്ലാം കുഴലിൻ മധുഗീതം. നിളയായൊഴുകി നിലാമഴയിൽ ഒരു പുല്ലാം കുഴലിൻ മധുഗീതം. കുടമുല്ലപ്പൂവുകൾ വിരിയും രാവിൽ, കുടമുല്ലപ്പൂവുകൾ വിരിയും രാവിൽ, കരളിലെ കനവുകൾ തളിരാടുമ്പോൾ നിളയായൊഴുകി നിലാമഴയിൽ ഒരു പുല്ലാം കുഴലിൻ മധുഗീതം. പാതിരാമണിത്തെങ്ങ് കൈക്കൊമ്പിളിൽ സുരഭിയ മലരുമായി അരികിൽ വന്നു. പാതിരാമണിത്തെങ്ങ് കൈക്കൊമ്പിളിൽ സുരഭിയ മലരുമായി അരികിൽ വന്നു. തളിർമരച്ചില്ലകൾ ഓലഞ്ഞാടുമ്പോൾ, തളിർമരച്ചില്ലകൾ ഓലഞ്ഞാടുമ്പോൾ ഒരു കൈ ശ്രുതി ചേർത്ത് പാടുന്നുവോ? ഓ, നിളയായൊഴുകി നിലാമഴയിൽ ഒരു പുല്ലാം കുഴലിൻ മധുഗീതം. വളരെ നന്ദി. ഇനി അടുത്ത ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ സമ്മാനം കിട്ടട്ടെ, സമ്മാനാർഹയാവട്ടെ എന്ന് മെട്രോസ്പോയിന്റ് ന്യൂസിന് വേണ്ടിയിട്ട് ആശംസിക്കുന്നു. प्यारे दोस्तों, आदाब. ये कौमी गीत हम कहे रहे हम यही कहे हो, शाद हिंदुस्तान, आज़ाद हिंदुस्तान, आज़ाद हिंदुस्तान. सुनिए. आजाद हिंदुस्तान, आजाद हिंदुस्तान, आजाद हिंदुस्तान, आजाद हिंदुस्तान, आजाद हिंदुस्तान. हम कहे रहे हम यही कहे ओ शाद हिंदुस्तान. हम कहे रहे हम यही कहे ओ शाद हिंदुस्तान. आजाद हिंदुस्तान, आजाद हिंदुस्तान, आजाद हिंदुस्तान, आजाद हिंदुस्तान, आजाद हिंदुस्तान. सबसे परचम पर तेरा जो चांद तारा है, बेहुदा हमको ये अपनी जान से प्यारा है. ला 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 ला. सबसे परचम पर तेरा जो चांद तारा है, बेहुदा हमको ये अपनी जान से प्यारा है. अल्लाह करे काश रहे आबाद हिंदुस्तान, अल्लाह करे काश रहे आबाद हिंदुस्तान. हम कहे रहे हम यही कहे ओ शाद हिंदुस्तान.
हम कहे रहे हम यही कहे ओ शाद हिंदुस्तान आजाद हिंदुस्तान आजाद हिंदुस्तान आजाद हिंदुस्तान आजाद हिंदुस्तान आजाद അടിപൊളിയായി നിങ്ങൾ വളരെ മനോഹരമായിട്ട് പാടി. ഇത് മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയുടെ സ്കൂൾ കലോത്സവ വേദിയിൽ ഉറുദു ദേശഭക്തി ഗാനത്തിന് 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചി ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ആരാണ് ഇതിനെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകിയത്? ആരാണ്? സ്മിത മിസ്സാണ്. എത്ര നാളായി നിങ്ങളുടെ ഈ പ്രാക്ടീസ് ആരംഭിച്ചിട്ട്? ജൂൺ തൊട്ട് പ്രാക്ടീസ് 3 മാസം എടുത്ത്. അപ്പോൾ ഇത് ഈ ഉറുദു ദേശഭക്തി ഗാനം അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് അതിനുള്ള ഒരു കാര്യം എന്തായിരുന്നു? നിങ്ങൾ ഒന്നുമില്ല, പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യം പ്രൈസ് വാങ്ങിക്കണം, അതാണ് നമ്മുടെ സമ്മാനം വാങ്ങണം. സമ്മാനം വാങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലേ? സ്കൂളിലെ അധ്യാപകരെല്ലാവരും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചോ? മാതാപിതാക്കള് എന്തൊക്കെ പ്രോത്സാഹനം തന്നു? ശരിക്കും പ്രൈസ് വാങ്ങിക്കണല്ല വലിയ കാര്യം, ഒരു സ്റ്റേജിൽ നമ്മൾ പെർഫോമൻസ് ചെയ്യണതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്ത്. ഓക്കെ. അപ്പോൾ മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കുട്ടികൾക്ക് സമ്മാനം ലഭിക്കുക എന്നതാണ്. പക്ഷേ പല മാതാപിതാക്കളും ഇന്ന് അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് അവർ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുന്നതെന്നും കൂടെ നമുക്ക് തോന്നുന്നു. അതാണ് നമുക്ക് വേണ്ടത്. മത്സരത്തിനിറങ്ങുമ്പോൾ മത്സരത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സ്പിരിറ്റ് എപ്പോഴും സൂക്ഷിക്കുക. ഒപ്പം തന്നെ മത്സരത്തിൽ സമ്മാനം നേടുവാനായിട്ട് അതിൽ പിന്നോക്കം പോയവരാരും സമ്മാനത്തിന് അനർഹരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അവരും ഇനി മുന്നിലേക്ക് വരാനുള്ളവരാണ്. ഇതായിരുന്നാലും സെൻറ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിൻ്റെ എല്ലാ മിടുക്കികൾക്കും പ്രത്യേകം മെട്രോ 7 ന്യൂസിൻ്റെയും KCV ന്യൂസിൻ്റെയും അഭിനന്ദനങ്ങൾ. കലോത്സവ വേദിയെ ഏറ്റവും വർണ്ണാഭമാക്കുന്നതും ചിലവേറിയതുമായ ഒരു മത്സരമാണ് സംഘനൃത്തം. പൗരാണിക കലകളെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു സ്കൂളിലെ കുട്ടികളിവിടെ ഒരുങ്ങുന്നതാണ്, സംഘനൃത്തത്തിനായി ഒരുങ്ങുന്നതാണ് കാണുന്നത്. തെയ്യമാണ് ഇവരുടെ തീമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതും ഇതിൻ്റെ തീമെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതും ടീച്ചറാണ്. അപ്പോൾ അജിത ടീച്ചറിൻ്റെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ സ്കൂൾ ഏതാണ്? സെന്റ് ആന്റണീസ് സ്കൂൾ, പെരുമ്പടപ്പ്. ഇത് തെയ്യം തന്നെ തീമായിട്ട് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം കുറച്ച് ഹെവി ആയിട്ട് അങ്ങനെ നോക്കിയപ്പോഴേക്കും ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. തെയ്യം സെലക്ട് ചെയ്തത്. ഈ സംഘനൃത്തത്തിൻ്റെ ഏറ്റവും വലിയൊരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് മാത്രം അല്ലെങ്കിൽ സ്കൂള് മാത്രം ഇതിനു വേണ്ടി ഒരുമിട്ടിറങ്ങിയാൽ നടക്കില്ല. പാരൻസും എല്ലാവരുടെയും ഒരു സഹകരണം വന്നാൽ മാത്രമേ ഇത് ഇത്രയും വലിയൊരു ഈ കലാരൂപം മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്സ് തന്നെ ഉദാഹരണമാണ്. കാരണം ഞങ്ങൾക്ക് ഒരു 7 സ്റ്റൂള് ഇതിന് വേണ്ടി അത് ഞങ്ങൾ ബുക്ക് ചെയ്തതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല സമയത്ത്. പക്ഷേ ഒരു ദിവസം കൊണ്ടാണ് ഞങ്ങളുടെ 2 പാരൻറ്റ് ഫുള്ള് നിന്നിട്ട് അതങ്ങ് ചെയ്തു തന്നു. അങ്ങ് വളരെയധികം സന്തോഷമായിരുന്നു അത് പെട്ടെന്ന് റെഡിയാക്കി തന്നത്. അതിന് മാതാപിതാക്കളുടെ ഒരു എഫേർട്ട് ഉണ്ട്. ടീച്ചർ തന്നെ പറഞ്ഞു മാതാപിതാക്കളുടെ ഒരു എഫേർട്ടിനെ കുറിച്ച്. ഇവിടെ ഒരു പാരന്റ് നമ്മളൊപ്പം ഉണ്ട്, ഇവിടുത്തെ കുട്ടികളുടെ പാരന്റാണ്. അപ്പോൾ എന്താണ് പുള്ളിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അല്ല, ഇവിടെ ഇപ്പോഴും പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഒരു പ്രോത്സാഹനമൊന്നും പല സ്ഥലത്തുനിന്ന് എൻ്റെ പേരൻറ്റിൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ വന്നപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കടമ നമുക്ക് ഉണ്ടെന്ന് തോന്നി. പിന്നെ അതുപോലെ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെന്ന നിലയിലും പിന്നെ അത് മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ള ഒരു വിശ്വാസവും അല്ലെങ്കിൽ എന്നൊരു താല്പര്യം എനിക്കുണ്ട്. അപ്പോൾ അത് എല്ലാ പേരൻറ്റിനെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ചിലവ് എത്രയാണെങ്കിലും നമുക്കത് ഈ സംഘനൃത്തത്തിന് വേണ്ടി ചിലവഴിക്കാം എന്നവർ പറഞ്ഞു. അവർ നല്ല സപ്പോർട്ടാണ് മറ്റുള്ള പേരൻറ്റും. എന്ന് വെച്ചാൽ പിള്ളേർക്കുള്ള എന്താ പറയണ ഫുഡ് അറുതി അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എല്ലാം, പിന്നെ നമ്മുടെ ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന കാര്യത്തിലാണെങ്കിലും അവർ പറഞ്ഞ് നല്ല അഭിപ്രായങ്ങളും അതിൽ പറയുകയും പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിനും പിള്ളേർക്കും സപ്പോർട്ടായിട്ട് തന്നെ അവരുണ്ടാകും. പല സ്ഥലങ്ങളിലും പേരൻറ്റ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ നമ്മുടെ ഇവിടെ സ്കൂളിൽ എല്ലാ പേരൻറ്റും ഇത് വന്ന് കാണുകയും അതിൻ്റെ ആ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് ടീച്ചറിനോട് പറയും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയും.
അപ്പോൾ അത് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എല്ലാം ഇനി നമ്മുടെ തട്ടേ കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പിള്ളേരാണെങ്കിലും. എത്ര ദിവസം ഇതിൻ്റെ ഒരു എഫേർട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പോൾ ഒരു 2 മാസത്തോളമായി. ഓണത്തിന് തുടങ്ങേണ്ടിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് തുടങ്ങി, പക്ഷേ ആ ഓണം കഴിഞ്ഞിട്ടാണ് നമുക്ക് തുടങ്ങാൻ പറ്റിയത്. അപ്പോൾ ടീച്ചർക്കും ഇതായിരുന്നു. പക്ഷേ നമ്മൾ രാവും പകലെന്നുള്ള പോലെ തന്നെ കിട്ടാവുന്ന സമയം അത്രയും നമ്മൾ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് ടീച്ചർ. എന്ന് വെച്ചാൽ പേരൻ്റാണ് അങ്ങോട്ട് ഇപ്പോൾ വിളിച്ച് ചോദിക്കണത് ഇന്ന് പ്രാക്ടീസ് ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് അവർ നല്ല രീതിയിലൊരു സപ്പോർട്ട് കൊടുത്തപ്പോഴാണ് പിന്നെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയത്. എന്ന് വെച്ചാൽ ഇതൊരു തെയ്യം എന്ന് പറയുന്നത് വടക്കൻ മലബാറിൽ മാത്രം കാണുന്ന ഒരു കാവുകളിൽ മാത്രം കൊട്ടിയാടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ തെയ്യം എന്താണെന്നും അത് ഉത്ഭവിച്ചത് എന്താണെന്നും പിന്നെ ദൈവങ്ങളാണ് ആ തെയ്യങ്ങളാണെന്നുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയും കൂടിയാണ്. ഇത് പഠിപ്പിച്ചതാരാ? അജിത മിസ് ആണോ പഠിപ്പിച്ചത്? മേക്കപ്പ് ചെയ്യണ അങ്കിളുടെ പേരിനാ? അറിയില്ല. എത്ര നാള്? വിനോദ് അങ്കിളുടെ പേര് കേട്ടോ. എത്ര നാള് പ്രാക്ടീസ് ചെയ്തു? ഇപ്പോൾ 2 മാസമായിട്ട്. ഇഷ്ടമാണോ ഡാൻസ്? നല്ല രീതിയിൽ പെർഫോം ചെയ്യുമോ? ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല കളർഫുള്ളല്ലേ? മോത്തി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വിശക്കുന്നുണ്ടോ? ഇല്ല, വിശപ്പൊന്നുമില്ല. ഇനി ഡാൻസ് കളിച്ച് പ്രൈസ് വാങ്ങിക്കുന്നവരെ വിശപ്പൊന്നും ഉണ്ടാവില്ല. സന്തോഷമുണ്ടോ? പെരുമ്പടപ്പിലുള്ള സെയിൻറ് ആനീസ് UP സ്കൂളിൻ്റെ സംഘനൃത്തത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 വിദ്യാർത്ഥികൾ, കുഞ്ഞു കുട്ടികളാണ് ഇവർ വളരെയധികം നല്ല കലാപ്രകടനം ഇവിടെ കാഴ്ചവെക്കട്ടെ എന്നും മത്സരത്തിൽ നല്ലൊരു റിസൾട്ട് ഇവർക്ക് കിട്ടട്ടെ എന്നും മെട്രോ 7 ന്യൂസിന് വേണ്ടി ആശംസിക്കുകയാണ്. നന്ദി. ആദിത്യനുണർന്നു ആലിലകളാടി തുഞ്ചന്റെ പൈങ്കിളി കുഞ്ചലിൽ പാടി മലയാള നാടേ എന്റെ കൈരളി നാടേ സഗ സഗ മപ മഗ സഗ സഗ മപ മഗ ഗമ ഗമ പനി പമ ഗമ ഗമ പനി പമ മപ മ പനി സനി സ മപ മ പനി സനി സ പ പനി പ മ പനി ഗമ ഗ സ ഗമ ഗമ ഗ പ മഗ സരി സ സ സ സ ഗമ ഗ പ മഗ സരി പ പ പ പ പ കേരള നാട്ടിൽ പാറി നടന്നൊരു തുഞ്ചൻ പൈങ്കിളി ചോദിച്ചു കേരള നാട്ടിൽ പാറി നടന്നൊരു തുഞ്ചൻ പൈങ്കിളി ചോദിച്ചു ഈ മലനാടും ഹരിതവ ഭംഗിയും ആലാലാവും വർണ്ണിക്കാം 1000 നാവുകൾ പോരെന്നാലും പാടുന്നു ഞാൻ മുഴിയുന്നു പാടുന്നു നിൻ ചരിതങ്ങൾ സഗസാനി സനി പനി പാമ പമ ഗമ പനി സനി പമ ഗ പമ ഗമ ഗ സരി ഗ ഗ പ കലയുടെ നാടേ നിലയുടെ നാടേ കലകളായി നിറയുന്ന കൈരളി. ഏതായിരുന്നാലും നിങ്ങൾ തകർത്ത് പാടുകയായിരുന്നു അല്ലേ? ഇവിടെ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ UP സ്കൂളിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ സംഘഗാനത്തിൻ്റെയും ദേശഭക്തി ഗാനത്തിൻ്റെയും ടീമാണ് സെൻറ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ. നിങ്ങൾ മനോഹരമായിട്ട് പാടിയല്ലോ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മത്സരത്തിന്? ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അധ്യാപകരൊക്കെ നിങ്ങൾ സഹായിച്ചോ? സഹായിച്ചു. ആരാണ് നിങ്ങൾക്ക് ഇതിന് പ്രാക്ടീസ് എല്ലാം തന്നത്? സ്മിത മിസ്. എന്തായി സ്മിത മിസ്? സ്മിത മിസ്സാണ് ഈ സ്കൂളിലെ സംഘഗാനത്തിൻ്റെയും അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക്കിൻ്റെയും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് മിസ്സാണെന്ന് പറഞ്ഞു. മിസ് ഇവരെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ചെടുത്തു? ഒരുപാട് മാസത്തെ ഞങ്ങളുടെ പ്രയത്നമാണ്. കുട്ടികൾ നന്നായിട്ട് സഹകരിച്ചു.
ഒരുപാട് നാൾ പ്രാക്ടീസ് കൊടുത്തെങ്കിലും വളരെ നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു. ആദ്യമായി ദൈവത്തോടും ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനോടും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിനോടും ഞങ്ങൾ നന്ദി പറയുന്നു. മിസ് ഇവർക്ക് പ്രാക്ടീസ് കൊടുക്കുമ്പോൾ മിസ് സംഗീതം പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്, ഇവരിലൂടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര നാൾ ഈ മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതെ, പങ്കെടുത്തിട്ടുണ്ട്. മിസ്സിന് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. കലോത്സവ വേദിയിൽ എന്തിനൊക്കെ കിട്ടിയിട്ടുള്ളത്? TTCയുടെ സ്റ്റേറ്റ് കലാതിലകമായിരുന്നു. അടിപൊളിയാ. അപ്പോൾ TTCയുടെ സ്റ്റേറ്റ് കലാതിലകമായിരുന്നു. അതാണ് ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മിസ് കലോത്സവ വേദികളുടെ സ്ഥിരം താരമായിരുന്നു. നമ്മളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് മിസ്സിൻ്റെ കലോത്സവ വേദിയിലെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? TTC കലോത്സവത്തിലെ 1ാം സമ്മാനം കരസ്ഥമാക്കി, കുറേ സമ്മാനങ്ങൾ കരസ്ഥമാക്കി. പ്രത്യേകിച്ച് മാർഗം കളിയിലൊക്കെ പാട്ട് പാടുവാനായിട്ട് സ്കൂൾ തലത്തിൽ മാർഗം കളിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മനോഹരമായ വേദികൾ കൈയടക്കി വന്നിട്ടാണ് ഇന്ന് സെൻറ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഒരുക്കിക്കൊണ്ടുവന്നത്. മിസ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മീഡിയ.